മകരസംക്രമ നാളിൽ അയ്യനെ ദർശിക്കാനെത്തുന്ന ഭക്തർക്കായി പമ്പയിലും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പമ്പയിൽ രാവിലെ താരതമ്യേന തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം 1100 ഭക്തർ മാത്രമാണ് പമ്പയിൽ നിന്നും മല കയറിയത്. അതേസമയം പമ്പയിൽ രാവിലെ 10 മുതൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. 10:30 ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, പമ്പയിൽ താരതമ്യേന പൊതുവെ തിരക്ക് കുറവ് തന്നെയാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ തരത്തിലാണ് ഈ സന്നിധാനത്തെ അടക്കം ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഈ തരത്തിലാണ് പമ്പയിലടക്കം ഭക്തരെ കടത്തിവിടുന്നതിൽ ഒരു ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. KP കഴിഞ്ഞ വർഷങ്ങളെക്കാൾ താരതമ്യേന രാവിലെ തിരക്ക് കുറവാണ് പമ്പയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് 50,000 ആളുകൾക്ക് മാത്രമാണ് ഇന്ന് വെർച്വൽ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കാര്യമായിട്ടുള്ള തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നില്ല. ഇനി വരും മണിക്കൂറുകളിൽ പമ്പയിൽ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അധികാരികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മുതൽ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10:00 ശേഷം ഭക്തജനങ്ങളെ അയ്യപ്പന്മാരെ പമ്പയിലേക്ക് നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇത് അനൗൺസ്മെന്റ് ആയിട്ട് പമ്പയിൽ അറിയിക്കുന്നുണ്ട്, അറിയിപ്പായിട്ട് ഭക്തജനങ്ങളെ അറിയിക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ പമ്പയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് അധികാരികളും മറ്റ് ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്നുമൊക്കെയുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ്സുകളടക്കം 800 അധിക KSRTC ബസ്സുകളടക്കം പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ പമ്പയിൽ രാവിലെ ക്രമാനുഗതമായിട്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാൾ താരതമ്യേന തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. പമ്പയ്ക്കും സന്നിധാനത്തിനും മധ്യേ അപ്പാച്ചിമേടും നീലിമലയിലുമാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലേക്ക് ഭക്തർ കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അട്ടത്തോട് ഉൾപ്പെടെയുള്ള പമ്പയ്ക്കും മറ്റും പമ്പയ്ക്ക് സമീപ പ്രദേശങ്ങളിലും ഈ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയും ഭക്തർ കൂടുതലായി തങ്ങാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെയും സുരക്ഷാ ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ക്രമീകരണങ്ങളും ഈ മകരജ്യോതി ദർശിക്കുന്നതിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ മുന്നൊരുക്കങ്ങളുമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അധികാരികളും മറ്റ് മിഥുൻ, ഈ ദേവസ്വം ബോർഡ് അധികൃതരും പോലീസുകാരും ഈ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എത്രത്തോളം അത് നമുക്ക് പ്രകടമാണ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അയ്യപ്പന്മാരുടെ വലിയ രീതിയിലുള്ള ഒഴുക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാതൊരുവിധ ക്രമീകരണങ്ങളും ഇതുവരെയായും ഈ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു അവകാശവാദങ്ങൾക്കപ്പുറം ഏത് തരത്തിലാണ് നമുക്ക് അവിടെ സംവിധാനങ്ങളായാലും ക്രമീകരണങ്ങളായാലും കാണാൻ സാധിക്കുന്നത്? KP, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കഴിഞ്ഞ മണ്ഡലകാലത്ത് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഭക്തർക്ക് നേരിടേണ്ട സാഹചര്യമൊക്കെ ഇത്തവണത്തെ മണ്ഡലകാലത്ത് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വെർച്വൽ ക്യൂ ബുക്കിംഗിലടക്കം മകരവിളക്ക് കാലത്ത് ഭക്തർ ധാരാളമായി എത്തുന്നതിനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വെർച്വൽ ബുക്കിംഗിലടക്കം വലിയ രീതിയിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ട്. 50,000 ഭക്തർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പമ്പയിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടാതിരിക്കുന്നത്. 50,000 ആളുകൾക്ക് ഇനി നാളെ മുതലുള്ള ദിവസങ്ങളിൽ 60,000 ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും നാളെ മുതൽ ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന്റെ പരിധി കുറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടാതിരിക്കുന്നത്. 10:00 ശേഷം ഇനി ഈ പമ്പയിൽ ആളുകളെ ഭക്തജനങ്ങളെ തടയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പമ്പയ്ക്ക് മുൻപുള്ള മറ്റു പ്രദേശങ്ങളിലും മറ്റ് സ്ഥാനങ്ങളിലുമെല്ലാം എരുമേലി തൊട്ട് പമ്പ വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും ഭക്തരെ തടയുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഈ പമ്പയിൽ ഭക്തരെ തടയുന്നതിനോടനുബന്ധിച്ച് തന്നെ 10 മുതൽ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടില്ല, സന്നിധാനത്തേക്ക് മല കയറാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പമ്പയ്ക്ക് മുൻപ് എരുമേലി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ഭാഗങ്ങളിലും ഇത്തരത്തിൽ തന്നെ ഭക്തരെ തടഞ്ഞു നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ ഭക്തർ
ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങളൊക്കെ ഇത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യവും വിലയിരുത്തേണ്ടതുണ്ട്. മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ 9 മണിയോടടുത്താണ് തിരുവാഭരണ ഘോഷയാത്ര എത്തുക. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് രാവിലെ ലാഹ സത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2:30-ക്കാണ് ലാഹ സത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. ഇന്നലെ രാത്രി വിശ്രമത്തിന് ശേഷം പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര തലപ്പാറ കോട്ടയിൽ ഇറക്കി വെച്ച് പൂജ നടത്തി. നിലയ്ക്കൽ വഴി അട്ടത്തോട് വരെ റോഡിലൂടെയാണ് ഘോഷയാത്ര കടന്നു പോകുക. നിലയ്ക്കൽ രാവിലെ 9 മണിയോടടുത്ത സമയത്താണ് എത്തുക. നിലയ്ക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും റോഡിലൂടെ ഘോഷയാത്ര കടന്നു പോകും. അട്ടത്തോട് കോളനിയിലെ സ്വീകരണത്തിന് ശേഷം കാട്ടിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇറങ്ങും. ഒറ്റയടി പാതയിലൂടെ 1 കിലോമീറ്ററോളം കൊല്ലമൂഴി വഴി സഞ്ചരിച്ച് പമ്പാ നദിയുടെ അക്കരെ കടന്നുള്ള ഒളിയമ്പുഴ വഴി വലിയനാവട്ടത്ത് ഉച്ചയോടെ എത്തും. തീർത്ഥാടകരും ദേവസ്വം പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ച് മണ്ഡപത്തിൽ എത്തിക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ഉച്ചയ്ക്കുള്ള വിശ്രമത്തിന് ശേഷം 2 മണിക്ക് സന്നിധാനത്തേക്ക് വീണ്ടും ഈ യാത്ര തുടങ്ങും. ചെറിയാനവട്ടത്ത് നിന്ന് പരമ്പരാഗത പാതയിലൂടെ തിരുവാഭരണ ഘോഷയാത്ര നീലിമലയിൽ പ്രവേശിക്കും. പിന്നീട് അപ്പാച്ചിമേടും ശബരി പീഠത്തും സ്വീകരണം ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:30-യോടെ ശരംകുത്തിയിലെത്തും. ഇന്ന് വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് തൊട്ട് മുൻപായിട്ട് മുഴുവൻ ഭക്തജനങ്ങളും അയ്യപ്പ ഭക്തരും കാത്തിരുന്ന ആ സുവർണ നിമിഷത്തിൽ, ആ അനുഗ്രഹ നിമിഷത്തിൽ സർവാഭരണ വിഭൂഷണനായിട്ടുള്ള അയ്യനെ സർവാഭരണ വിഭൂഷണനാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തിരുവാഭരണങ്ങൾ സന്നിധാനത്ത് എത്തും. അയ്യനെ കൺകുളർക്ക് കാണുന്നതിന് വേണ്ടി ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഏവരും കാത്തിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഈ കുറവ് വരുത്തുകയാണ് ദേവസ്വം അധികാരികൾ ഇത്തവണ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ പമ്പയിൽ തിരക്ക് അനുഭവപ്പെടാത്ത സാഹചര്യമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പമ്പയിൽ നിന്നും രാവിലെ 10:00-ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എരുമേലി മുതൽ പമ്പ വരെയുള്ള ഭാഗങ്ങളിൽ ഈ തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരെ തടയേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ വലിയ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വിലയിരുത്തുന്നുണ്ട്. യെസ്, പമ്പയിൽ താരതമ്യേന തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. 10:30 മുതൽ സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ചില പ്രതിഷേധ സ്വരങ്ങൾക്ക് കാരണമായേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. ഒപ്പം പുണ്യ മുഹൂർത്തത്തിനായി, അനുഗ്രഹ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലാണ് അയ്യപ്പ ഭക്തർ. മിഥുൻ മുരളിയാണ് പമ്പയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.